നിങ്ങൾ എപ്പോഴെങ്കിലും അത്യാധുനിക സാങ്കേതിക വിദ്യയുള്ള ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? റൺവേയിലൂടെ അത് അതിവേഗം കുതിച്ചുയരുന്നതിന് മുമ്പ് തന്നെ പൈലറ്റ് ആ വിമാനത്തിൻ്റെ ഫ്ലൈറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ ഒരു കാര്യം കൃത്യമായി ലോക്ക് ചെയ്തിട്ടുണ്ടോ? അതിൻ്റെ ഡെസ്റ്റിനേഷൻ അഥവാ ഇറങ്ങേണ്ട സ്ഥലം, ലക്ഷ്യസ്ഥാനം അതെവിടെയാണെന്ന് സിസ്റ്റത്തിൽ സെറ്റ് ചെയ്യാതെ ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ എഞ്ചിനുള്ള വിമാനം പറന്നുയർന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? അത് വെറുതെ ഇന്ധനം കത്തിച്ച് തീർത്തി എവിടെയെങ്കിലും തകർന്നു വീഴും. നിങ്ങളുടെ ബിസിനസ്സും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതവും അതുപോലെ തന്നെയാണ്. എത്ര മികച്ച പ്രൊഡക്റ്റ് ഉണ്ടായാലും, എത്ര വലിയ ഫണ്ടിങ് ലഭിച്ചാലും, എത്ര വലിയ അവസരങ്ങൾ കിട്ടിയാലും നിങ്ങളുടെ ജീവിതം എവിടെ ചെന്ന് അവസാനിക്കണമെന്ന കൃത്യമായ ഒരു ഡെസ്റ്റിനേഷൻ നിങ്ങളുടെ മനസ്സിലില്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഊർജവും സമയവും കത്തിച്ച് കളയാണ്. നമസ്കാരം, ഞാൻ ഓച്ച് റഹ്മാൻ, നിങ്ങളുടെ ഇന്നർ പവർ കോച്ച്. ഇന്ന് നമ്മൾ ഡീകോഡ് ചെയ്യുന്നത് സ്റ്റീഫൻ കോവിയുടെ ഹൈലി എഫക്റ്റീവ് പീപ്പിൾ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ തത്വം, ബിഗിൻ വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ്. തുടങ്ങും മുമ്പേ അവസാനം കാണുക. ബിസിനസ് സൈക്കോളജിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമുണ്ട്. ആൾ തിങ്സ് ആർ ക്രിയേറ്റഡ് ട്വൈസ്. എല്ലാ കാര്യങ്ങളും 2 തവണ സൃഷ്ടിക്കപ്പെടുന്നു. ആദ്യത്തേത് നിങ്ങളുടെ മനസ്സിലെ സൃഷ്ടിയാണ്. രണ്ടാമത്തേത് യാഥാർത്ഥ്യത്തിൻ്റെ സൃഷ്ടിയും. ഒരു വീട് വെക്കുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് വരക്കാറുണ്ട് അല്ലേ? ബ്ലൂ പ്രിൻ്റ് ഇല്ലാതെ പണി തുടങ്ങിയാൽ ആ വീട് എങ്ങനെ ഇരിക്കും എന്നൊന്ന് ചിന്തിച്ച് നോക്ക്. നമ്മുടെ തലച്ചോറിൽ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം RAS എന്ന് വിളിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ട്. നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായി സങ്കല്പിക്കുമ്പോൾ നിങ്ങൾ ഈ RASനെ പ്രോഗ്രാം ചെയ്യുക. നിങ്ങളുടെ ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ട അവസരങ്ങളെ മാത്രം ഫിൽട്ടർ ചെയ്ത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ഈ സിസ്റ്റമാണ്. മിക്ക ആളുകൾക്കും, ബിസിനസ്സുകാർക്കായാലും ജീവിതത്തിലായാലും, അവരുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ കൂടുതൽ പണമുണ്ടാക്കണം അല്ലെങ്കിൽ ബിസിനസ് വലുതാക്കണം എന്നൊക്കെയായിരിക്കും മറുപടി. ഇതൊക്കെ കൃത്യതയില്ലാത്ത ലക്ഷ്യങ്ങളാണ്. നിങ്ങളുടെ തലച്ചോറിന് അത്തരം അവ്യക്തമായ കമൻറ്റുകൾ മനസ്സിലാകില്ല. എന്താണ് ഈ ബിഗിൻ വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ് എന്ന് ഞാനൊരു ഉദാഹരണത്തിലൂടെ പറയാം. നിങ്ങളൊരു മസാല പൗഡർ കമ്പനി നടത്തുകയെന്ന് വിചാരിക്കാം. ഈ ബിസിനസ് വലുതാക്കണം എന്ന് ചിന്തിക്കുന്നതിന് പകരം 2028 ഡിസംബർ 21 കൃത്യം 100 സ്റ്റാഫുകളുള്ള ഒരു വലിയ ബ്രാൻഡ് ആയി എൻ്റെ കമ്പനിയെ ഞാൻ മാറ്റും എന്ന് നിങ്ങൾ തീരുമാനിക്കും. നോക്കുന്നു, ഇവിടെ ഡെസ്റ്റിനേഷൻ വളരെ റൂട്ട് അറിയേണ്ട ആവശ്യമില്ല. ഡെസ്റ്റിനേഷൻ വളരെ വ്യക്തമായി മതി. റൂട്ട് എന്ന് പറഞ്ഞാൽ ഫുൾ ബ്ലൂ പ്രിൻ്റ് റെഡിയാക്കേണ്ട ആവശ്യം. നമ്മൾ അവസാനം എന്താ കിട്ടുക എന്നുള്ള കൃത്യമായി കാണാൻ പറ്റും. വർഷം, തീയതി, സ്റ്റാഫുകളുടെ എണ്ണം ഒക്കെ. ഇനിയിപ്പോൾ ജോലിയിലാണെങ്കിൽ ഏത് ജോലി, എത്ര സാലറി, എല്ലാം കൃത്യം, വളരെ വ്യക്തത നിങ്ങളുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ തലച്ചോർ റിവേഴ്സ് എൻജിനീയറിങ് ആരംഭിക്കുക. അതായത് അവിടെ എത്തും, തല അവിടെ എത്തിയിട്ട് റിവേഴ്സായിട്ട്, അതായത് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന ചില അങ്ങോട്ടുള്ള എൻജിനീയറിംഗ് തുടങ്ങും. ഇപ്പോൾ 100 സ്റ്റാഫുകൾക്കുള്ള ശമ്പളം കൊടുക്കണമെങ്കിൽ എൻ്റെ മാസാന്ത വരുമാനം എത്രയായിരിക്കണം? ആ വരുമാനം ലഭിക്കണമെങ്കിൽ ഞാൻ എത്ര പ്രൊഡക്റ്റ് വിൽക്കണം? അതിന് എൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്തായിരിക്കണം? ഇങ്ങനെ ലക്ഷ്യത്തിൽ നിന്ന് പുറകോട്ട് ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൃത്യമായ ഒരു റോഡ് മാപ്പ് ലഭിക്കുന്നത്. നമ്മൾ സാധാരണ എന്താ ചെയ്യല്? അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ചിന്തിക്കും അല്ലേ? ആ റോഡ് മാപ്പ് ഉണ്ടെങ്കിൽ പ്രതിസന്ധികൾ വരുമ്പോഴും ബിസിനസ് വളരെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും. കാരണം നമ്മുടെ തല ലോക്കായി നിൽക്കുക. ലക്ഷ്യം, ഇനിയിപ്പോൾ നമ്മൾ വിചാരിച്ച ഒരു കാര്യം നടന്നില്ലെങ്കിൽ അതിന് ബദലായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മുടെ തലയിൽ തെളിഞ്ഞു വരും. പലരും ബിസിനസ്സിലും മാനേജ്മെൻറ്റും ലീഡർഷിപ്പും ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. മാനേജ്മെൻറ്റ് എന്നത് സ്പീഡിനെ കുറിച്ചാണ് പറഞ്ഞത്. എത്ര വേഗത്തിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് മാനേജ്മെൻറ്റ്. എന്നാൽ ലീഡർഷിപ്പ് എന്നത് ഡയറക്ഷനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ശരിയായ ദിശയിലേക്കാണോ പോകുന്നത്? പീറ്റർ ഡ്രക്കർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. തെറ്റായ ഒരു മതിൽ ചാരി വെച്ചിരിക്കുന്ന ഏണിയിലൂടെ എത്ര വേഗത്തിൽ മുകളിലേക്ക് കയറിയിട്ടും ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഒരു പുതിയ പ്രൊജക്റ്റ് തുടങ്ങുമ്പോഴോ, ഒരു പുതിയ സ്റ്റാഫിനെ എടുക്കുമ്പോഴോ, ഒരു നിർണായക തീരുമാനമെടുക്കുമ്പോഴോ എപ്പോഴും ഈ ചോദ്യം ഒന്ന് സ്വയം ചോദിക്കുക. ഞാനിപ്പോൾ ചെയ്യുന്ന ഈ കാര്യം ഞാൻ നേരത്തെ മനസ്സിൽ കണ്ട അന്തിമ ലക്ഷ്യത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്നുണ്ടോ? ഉത്തരം ഉണ്ട് എന്നാണെങ്കിൽ മാത്രം മുന്നോട്ട് പോവുക. ഇല്ലെങ്കിൽ ചെയ്യരുത്. ടൈം കളയരുത്, ഊർജ്ജം കളയരുത്, മണി കളയരുത്. ഇന്നത്തെ നിങ്ങളുടെ ഇന്നർ പവർ ടാസ്ക് ഇതാ. നിങ്ങളുടെ ഡയറിയോ ബുക്കോ ഒന്ന് എടുത്തിട്ട് അതിൽ ബിസിനസ് അതിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുമ്പോൾ അത് എങ്ങനെയായിരിക്കുമെന്ന് കൃത്യമായിട്ട് എഴുതുക. വെറുതെ വലിയ ബിസിനസ് എന്നല്ല എഴുതേണ്ടത്. എത്ര എംപ്ലോയീസ് ഉണ്ടാവും, പ്രതിവർഷം എത്ര ടേൺ ഓവർ ഉണ്ടായിരിക്കും, കൃത്യമായി ഏത് വർഷം, ഏത് മാസം, ഏത് തീയതി നിങ്ങൾ അവിടെ എത്തും. ആ ലക്ഷ്യത്തിലേക്ക് എത്തി നിൽക്കുന്ന നിങ്ങളെ ഒന്ന് സ്വയം സങ്കല്പിച്ചു നോക്ക്. ആ ഒരൊറ്റ ചിത്രം മതി.
നിങ്ങളുടെ ഉള്ളിലെ എനർജി മുഴുവൻ ഉണർത്താൻ. അല്ലേ, ആലോചിച്ചു. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി എന്ന് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം എന്താണ് ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി എന്നാൽ നാളെ രാവിലെ ബിസിനസ്സിൽ ചെല്ലുമ്പോൾ വീണ്ടും 100 കൂട്ടം പ്രശ്നങ്ങൾ നിങ്ങളിലേക്ക് വരും. നിങ്ങളുടെ ലക്ഷ്യത്തെ തെറ്റിക്കുന്ന 100 കൂട്ടം പ്രശ്നങ്ങൾ നിങ്ങളിലേക്ക് വരും. ഏത് ആദ്യം ചെയ്യണം, ഏത് ഒഴിവാക്കണം എന്നറിയാതെ നിങ്ങൾ കൺഫ്യൂഷനിലാകും. അവിടെയാണ് ഒരു ബിസിനസ്സുകാരുടെ ടൈം മാനേജ്മെൻറ്റും എനർജി മാനേജ്മെൻറ്റും പരീക്ഷിക്കപ്പെടുന്നത്. എങ്ങനെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രം മുൻഗണന നൽകുക. അടുത്ത വീഡിയോയിൽ 3ാമത്തെ തത്വമായ പുട്ട് ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്. ഇതിൽ നമുക്ക് ഒരു കാര്യം ഡീകോഡ് ചെയ്യാം. അതായത് നമുക്ക് ഏത് കാര്യങ്ങളാണ് ആദ്യം ചെയ്യേണ്ടത്, ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം തന്നെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് ഡീകോഡ് ചെയ്യാം. അതുവരെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളിപ്പോൾ കണ്ട ലക്ഷ്യമല്ലേ, അതിൽ നിന്ന് ശ്രദ്ധ എടുക്കരുത്. ഓക്കെ, കീപ് ദ ഫോക്കസ് ദെയർ. താങ്ക് യു.